ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പേരൂക്കാരി വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നേ മകരം ഒന്നാണേ, അതുകൊണ്ട് ആർക്കും ഇന്ന് ജോലിക്കും സ്കൂളിലും ഒന്നും പോകണ്ടായിരുന്നു, അവധിയല്ലേ. അത് കാരണം ഇന്നെല്ലാം താമസിച്ചാണ് ഉണ്ടാക്കുന്നത്. കാപ്പിയൊക്കെ കഴിഞ്ഞ് ഇനി ഉച്ചക്കലത്തേക്കുള്ള ലഞ്ച് എല്ലാം റെഡിയാക്കണേ. അത് ഇപ്പോൾ 10 മണിയായിട്ടുണ്ട്. വീഡിയോ എടുക്കേണ്ട കാരണം ഞാൻ വിചാരിച്ച് പെയ്യനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്ക് ഇന്ന് മീൻകറിയും മോരും ചീനിയും മീൻ വറുത്തതും ഒക്കെയാണ്. അപ്പോഴത്തേക്ക് ഞാൻ ഉള്ളി നന്നാക്കിയില്ലായിരുന്നു. മീന് വേണ്ടുന്നേ ഉള്ളിയൊക്കെ നന്നാക്കിക്കൊണ്ടിരുന്നപ്പം എൻ്റെ ഇളയ മോള് വെള്ളം കലക്കാൻ വന്നതാണ്. ദാഹിക്കുന്നമ്മാന്ന് പറഞ്ഞ് വന്ന് വെള്ളം കലക്കുക. അവൾ തന്നെ ചെയ്തോളൂ. അവൾ തന്നെ അവൾക്ക് വേണ്ടുന്നതൊക്കെ അവൾ തന്നെ ഉണ്ടാക്കി കഴിച്ചോളൂ. വെള്ളമൊക്കെ അവൾ തന്നെ മിക്സിക്കകത്ത് അടിച്ച് ഒരു ഗ്ലാസ്സിലാക്കി കഴിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഞാൻ മീൻകറിക്ക് വേണ്ടുന്ന ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്ത്, പിന്നെ മീൻകറിക്ക് വേണ്ടുന്ന പൊടിയാണ്. ഞാൻ 3 സ്പൂൺ മുളക് പൊടിയും 2.5 സ്പൂൺ മല്ലിപ്പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 സ്പൂണോളം ഉലുവാപ്പൊടിയുമാണ് എടുത്തേക്കുന്നത്. അത് ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ട് മിക്സിയിൽ അരച്ചെടുക്കും. അപ്പോൾ നമുക്കുള്ള കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും കേട്ടോ. അല്ലാതെ നമ്മൾ ഉള്ളി വാട്ടുന്നതിനകത്ത് തന്നെ നേരിട്ട് പൊടികളൊക്കെ ചേർക്കുവാണെങ്കിൽ കറിക്കൊരു വെള്ളം പോലിരിക്കും, കറി ഒരു കൊഴുപ്പ് കാണത്തില്ല. പിന്നെ ഞാനത് 5-6 ചുമന്നുള്ളിയും കൂടി ഇടും അരയ്ക്കാൻ നേരം. പിന്നെ അത് അരച്ചെടുത്തിട്ട് നമുക്ക് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി അതെല്ലാം കൂടെ ചേർത്താണ് കറി വെക്കുന്നത്. പിന്നെ രാവിലെ തന്നെ ഞാൻ അരി വെച്ചിട്ടുണ്ടായിരുന്നു. ആ അടുപ്പിനകത്ത് തന്നെ കുടിക്കാൻ വെള്ളവും വെച്ചായിരുന്നു. അതിപ്പോൾ തിളച്ചിട്ടുണ്ട്. ആ അടുപ്പൊഴിഞ്ഞ കാരണം നമുക്ക് കറിയൊക്കെ ഇനിയിപ്പോൾ അതിനകത്ത് അങ്ങ് വെക്കാം. ഇതിനകത്ത് കൊച്ചു പാത്രം വെക്കുമ്പോഴേ ഈ റൗണ്ട് സാധനം ഉണ്ടല്ലേ, അത് വെക്കണേ. അല്ലെങ്കിൽ അങ്ങ് അകത്തിറങ്ങിപ്പോവും. നമ്മൾ ചട്ടിയൊക്കെ വെച്ചാലേ കലമൊക്കെ വെക്കുമ്പം അത് മാറ്റി വെക്കണം. ഇപ്പം അടുപ്പിൽ തീ ഉണ്ടായതുകൊണ്ട് നമുക്ക് അടുപ്പിൽ തന്നെ എല്ലാം വെക്കാവേ. അവധിയൊക്കെ ഉള്ള ദിവസവും സമയമുള്ളപ്പോഴൊക്കെ ഞാൻ അടുപ്പിൽ തന്നെ എല്ലാ കറികളൊക്കെ വെക്കുന്നത്. പിന്നെ ചട്ടി ചൂടായപ്പം എണ്ണ ഒഴിച്ച് കടുകിട്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് അതിൻ്റെ പച്ചക്കുത്തുണ്ടല്ലോ അതൊന്ന് മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കണേ. അത് കഴിയുമ്പോൾ ഞാൻ സവാളയല്ല മീൻകറിക്ക് ഉപയോഗിക്കുന്നത്, ചുമന്നുള്ളിയാണ്. അത് ഒന്ന് വാട്ടി ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ തക്കാളിയും ചേർത്ത് കൊടുക്കും. ഇനി ഇതിനകത്തോട്ട് കറിവേപ്പിലയാണ് ഇടേണ്ടത്. കറിവേപ്പിലയിട്ട് നമ്മൾ നേരത്തെ അരച്ചിട്ടേക്കുന്ന അരപ്പുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് ഇട്ട് മീനൊക്കെ ഇട്ട് കൊടുക്കാം. മീൻ കറി തിളച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ഇത് കൂരിത്തേടെന്ന് പറയുന്ന ഒരു മീനാണ്. കായലിൽ കടലിലും ഉണ്ട്, എന്നാലും ഇത് കായലിലെ മീനാണ് കൂരിത്തേടെന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് മേടിക്കുന്നത് കേട്ടോ. ഞാൻ ഇവിടെ മേടിച്ചിട്ടില്ല. കുടംപുളി ഇട്ടാണ് വെക്കുന്നത് കറി. തക്കാളി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ കറി വെന്ത് കഴിയുമ്പോൾ പിന്നെ കരണ്ടി ഇട്ട് ഇളക്കാൻ പറ്റത്തില്ല കേട്ടോ. അത് കാരണം ഇപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ എല്ലായിടും ആവാൻ വേണ്ടി, പുളി ഉപ്പുമൊക്കെ എല്ലായിടും ആവാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കണേ. പിന്നെ നമ്മൾ മുളക് പൊടി അനത്തിയതും മോള് വെള്ളം ആക്കിയ പാത്രവും ജാറും എല്ലാം കിടന്നേ, അതെല്ലാം അങ്ങ് കഴുകി മാറ്റണം. എല്ലാം കൂടെ ആകുമ്പോൾ അല്ലെങ്കിൽ പിന്നെ സിങ്ക് നിറഞ്ഞ് കവിയും. അതുകൊണ്ട് കുറേശ്ശെ പാത്രവും അതിൻ്റെ കൂടെ ഞാനങ്ങ് കഴുകി മാറ്റുവേ. ഇനി നമുക്കേ പൊന്നാരെന്ന് പറയുന്ന ചുമപ്പും കോരയെന്ന് പറയുന്ന മീനില്ലേ, ഇവിടെ ഞങ്ങൾ പൊന്നാരെന്നാണ് പറയുന്നത്. അത് വറുക്കാനുണ്ട്. കുഞ്ഞു മീനാണ്, കൊച്ചു മീനാണ്, വലുതല്ല. അപ്പം അതെല്ലാം അങ്ങ് വറുക്കാമെന്ന് വെച്ചാൽ കറി വെക്കാൻ കൊള്ളത്തില്ല, അത് പൊടിഞ്ഞു പോകും. നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ ഉള്ളു മാത്രമേ കാണത്തുള്ളൂ. അത് കാരണം ഞാൻ അതെല്ലാം അങ്ങ് വറുക്കാനായിട്ട് അരപ്പൊക്കെ പുരട്ടി വെച്ച്, അത് കഴിഞ്ഞ് അത് പുരട്ടി വെച്ചതിന് ശേഷം നമുക്ക് കപ്പ അങ്ങ് നന്നാക്കി എടുത്ത് കേട്ടോ. ഞങ്ങളിവിടെ ചീനി എന്നാണ് പറയുന്നത്. ഞങ്ങളിവിടെ കപ്പയെന്ന് അങ്ങനെ പറയത്തേ ഇല്ല, ചീനി എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ മരച്ചീനി അല്ലെങ്കിൽ ചീനി എന്നാണ് പറയുന്നത്, കപ്പയെന്ന് പറയാറില്ല കേട്ടോ. അതൊക്കെ അങ്ങ് കഴുകി വൃത്തിയാക്കി വെക്കട്ടെ. ഇത് കഴുകി വെക്കുമ്പോഴത്തേക്കും മീൻകറിയൊക്കെ ആയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് അങ്ങ് മാറ്റി വെക്കാം. ആ അടുപ്പിൽ തന്നെ നമുക്ക് ചീനിക്ക് വെള്ളവും വെക്കാം കേട്ടോ. ഇനി നമുക്ക് മോര് കാച്ചാനുണ്ട്, മീൻ വറുക്കാനുണ്ട്,
ഇനി നമുക്ക് ഈ വെള്ളം ചൂടാകുമ്പോഴത്തേക്കേ നമുക്ക് മീൻ അങ്ങ് അടുപ്പിലാക്കേ. വറുക്കാനുള്ള അരപ്പ് തേച്ച് വെച്ചിരുന്നില്ലേ നമ്മൾ നേരത്തെ, അതങ്ങ് ഗ്യാസിനകത്തോട്ട് വെക്കേ. അത് ഗ്യാസ് ഇരുന്ന് വേവുമ്പോഴത്തേക്ക് നമുക്ക് മോര് കാച്ചാനുള്ളത് അരച്ച് കലക്കാം. പിന്നെ ചീനിക്കും അരയ്ക്കാനുണ്ടേ. ഇത് കുഞ്ഞു കുഞ്ഞു മീനായതുകൊണ്ടേ പൊടിഞ്ഞു പോവും കേട്ടോ. ഒത്തിരി ചെറിയ മീനാണ് അത്രയ്ക്ക്. അപ്പോഴത്തേക്ക് വെള്ളം ചൂടായിട്ടുണ്ട്. നമുക്ക് ചീനിയെല്ലാം അടുപ്പത്താക്കാം. ഇത് വേവുമ്പോഴത്തേക്ക് നമുക്ക് മോര് കാച്ചാം. ഞാനേ തേങ്ങയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും ഇത്രയും മാത്രമേ മോരിന് ചേർക്കത്തുള്ളേ. ചിലവർ ഉലുവ ഒക്കെ ചേർക്കും. ഞാൻ ഉലുവയൊന്നും ചേർക്കാറില്ല കേട്ടോ. പൊടിയായിട്ട് മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും മാത്രമേ ചേർക്കാറുള്ളേ. പിന്നെ ഞാനാണെങ്കിൽ ഇവിടെ വീട്ടിൽ തന്നെയാണ് തൈര് ഉറയൊഴിക്കുന്നത്. കടയിലെ തൈരല്ല ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ ഉറയൊഴിക്കുമ്പോഴേ അതിൻ്റെ പുളി നോക്കിയിട്ട് വേണം നമ്മൾ മോര് കാച്ചാൻ എടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പം നമ്മളെ വീട്ടിൽ ഉറയൊഴിക്കുന്ന തൈരിന് നല്ല പുളി കാണും ചിലപ്പം കേട്ടോ. കടയിൽ നിന്ന് മേടിക്കുന്നതിന് പക്ഷേ അത്ര പുളി കാണത്തില്ല. അതുകൊണ്ട് നമുക്ക് ഒഴിക്കാം. ഇത് പിന്നെ ഞാൻ തൈരിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് അങ്ങ് ഒന്ന് അടിച്ചെടുത്ത് അങ്ങ് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനാണെങ്കിൽ പുളി ഒരുപാട് പുളിയുണ്ട്. അതിന് ഇച്ചിരി നല്ല പുളി ഉണ്ടായതുകൊണ്ട് കുറച്ച് 2.5 സ്പൂൺ 2.5 കരണ്ടി ഉണ്ടല്ലോ, കുടുവൻ കരണ്ടി, അതിന് 2.5 കരണ്ടിയേ എടുത്തിട്ടുള്ളൂ തൈര്. നല്ല പുളിപ്പുണ്ട് കേട്ടോ വീട്ടിൽ ഉറയൊഴിച്ചത് കാരണം. കടയിൽ നിന്ന് മേടിക്കുന്നതിന് അത്രയും പുളിപ്പ് കാണത്തില്ല കേട്ടോ. ഇനി നമുക്ക് ഇനി കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കും. ഞാൻ മോരിന് അരയ്ക്കുമ്പോഴേ പച്ചമുളക് അരയ്ക്കത്തില്ല കേട്ടോ. ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കത്തേ ഉള്ളൂ. കറിവേപ്പിലയും പച്ചമുളകും കൂടെ മുറിച്ചിട്ട് കൊടുക്കത്തേ ഉള്ളൂ. ഇനി ഇവിടെ എല്ലാം അങ്ങ് തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ട് നമ്മൾ അരപ്പൊക്കെ തൈരുമൊക്കെ വീണതെല്ലാം അങ്ങ് തുടച്ച് വൃത്തിയാക്കിയിട്ടാൽ പിന്നെ നമുക്ക് പാടില്ല. സമയമുള്ളപ്പോഴെല്ലാം നമ്മൾ ഇതും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് ചെയ്തു പോകണം. തുടപ്പും കഴുകക്കും ഒക്കെ. അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ ഒന്നിച്ച് വൃത്തിയാക്കാൻ നിന്നാൽ ഭയങ്കര പാടായിരിക്കും. അതൊരു വലിയ ജോലിയായിട്ട് മാറും. നമ്മൾ പാചകം തീരുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്ന പാത്രങ്ങൾ കഴുകി വയ്ക്കുകയും അതിൻ്റെ കൗണ്ടർ ടോപ്പ് നമ്മൾ തുടച്ച് കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് പിന്നെ നമുക്ക് പാചകം കഴിഞ്ഞിട്ട് ഒത്തിരി നേരം അങ്ങ് ക്ലീൻ ചെയ്യണ്ട കേട്ടോ. ഇനിയാണെങ്കിലേ അപ്പോഴത്തേക്ക് മോരൊക്കെ ഞാൻ കാച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചീനിക്കാണ് അരയ്ക്കുന്നത്. ആദ്യം ഞാൻ പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് അരയ്ക്കുകയാണെങ്കിലേ ഈ വെളുത്തുള്ളിയൊക്കെ ചതയാതെ കിടക്കും കേട്ടോ. അത് കാരണം ഞാൻ ആദ്യം പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് പിന്നെ അതിനകത്ത് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടിയുടെ അപ്പോൾ ചാടിപ്പോയി കേട്ടോ. അത് പിന്നെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന കാരണേ അത് പിന്നെ എടുക്കാമെന്ന് വിചാരിച്ച്. ജീരകപ്പൊടിയും പിന്നെ കറിവേപ്പില ഒന്ന് ക്രഷ് ചെയ്യുകയേ ചെയ്യത്തുള്ളൂ, അരയ്ക്കത്തില്ല. ഒന്ന് ക്രഷ് ചെയ്ത് ഒരു വട്ടം ഒന്ന് കറക്കി കൊടുക്കും. അല്ലാതെ നമ്മൾ തോരനൊക്കെ ഒതുക്കത്തില്ലേ, അങ്ങനെ ഒതുക്കിയെടുത്താൽ മതി. അപ്പോഴത്തേക്ക് ചീനിയൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഊറ്റാം. അടുപ്പിലോട്ട് തന്നെ ഞാൻ അരി ഊറ്റി വെച്ചിരുന്നത് ഒന്ന് ചോറ് മുരിയാൻ വെക്കത്തില്ലേ നമ്മൾ, വെള്ളം പറ്റാൻ വേണ്ടി ഒന്ന് ചോറ് മുരിക്കത്തില്ലേ, അതിന് വെച്ചേക്കുകയാണ്. അപ്പോഴത്തേക്ക് ചീനിയൊക്കെ നമുക്ക് ഊറ്റിയെടുത്തിട്ടുണ്ട്. ചോറ് മാറ്റിയിട്ട് ആ അടുപ്പിലോട്ട് തന്നെ നമുക്ക് ചീനി അരപ്പ് പുരട്ടാൻ വെക്കാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്നില്ലേ ആ അരപ്പൂടെ ചേർത്ത് ആ ജാറിനകത്ത് ഒരു തുള്ളി വെള്ളം ഒഴിച്ച് അതും കൂടെ അങ്ങ് ഒഴിച്ച് കൊടുക്കണേ. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം. നിങ്ങളൊക്കെ ചീനി ആക്കുമ്പം വെളിച്ചെണ്ണ ഒഴിക്കും, ഞാൻ ഒഴിക്കാറുണ്ട് കേട്ടോ. അതിന് പ്രത്യേക മണമായിരിക്കും. ആ ചീനിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക മണവും ആയിരിക്കും. എന്നിട്ടൊരു 5 മിനിറ്റ് ഒന്ന് അതൊന്ന് അടച്ച് വെക്കണേ. തീ അധികം ആക്കരുതേ, കരിഞ്ഞു പോകും. ഞാൻ തീയെല്ലാം എടുത്ത് മാറ്റി കനൽ മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്കങ്ങ് പുരട്ടിയെടുക്കാം.
നന്നായിട്ട് വെന്തിട്ടുണ്ട് ചീനി. പിന്നെ ഞാൻ ക്ലീനിങ് എല്ലാം എൻ്റെ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാം പാത്രമെല്ലാം ഒതുക്കി കൗണ്ടർ ടോപ്പ് എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നാണെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കേണ്ട കാരണേ ഞാനാണെങ്കിൽ മക്കൾക്ക് ചോറങ്ങ് നേരത്തെ കൊടുത്തേ. ചേട്ടനും അവരുടെ കൂടെ തന്നെ അങ്ങ് ചോറ് കൊടുത്തു കേട്ടോ. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ ഉണ്ണാനേ. അപ്പം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ താമസിച്ച് ചോറിനാണ് ഒരുങ്ങിയത്. പിന്നെ കറികളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ ഉണ്ടാക്കിയതെല്ലാം എല്ലാവരെയും കാണിച്ചതാണല്ലേ. മീൻ വറുത്തതും ചീനിയും പിന്നെ മീൻ കറിയും മോരും, ഇത്രയാണ് ഇന്നത്തേത്. തേട് കറിയാണേ. പിന്നെ ഈ മീൻ ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത്. ഞങ്ങളെ വീട്ടിൽ മേടിക്കത്തേ ഇല്ല. എനിക്കിത് കണ്ടിക്കാൻ ഭയങ്കര പാടായിരുന്നു. 1 മണിക്കൂർ എടുത്താണ് ഞാൻ ഈ മീൻ കണ്ടിച്ചെടുത്തത്. എങ്കിൽ ഞാൻ ചോറൊക്കെ കഴിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.